സുണ്ടക്കഞ്ചി സോറിട ഒരു പാട്ടുണ്ട് തമിഴ് പാട്ടല്ല സുടുമ്പ് കറി വാടടാവട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി സുണ്ടക്കഞ്ചി സോറിട്ടാ. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പണ്ട് കാലത്ത് ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കഞ്ഞിയാണ്. ഭയങ്കര ആരോഗ്യ ഗുണമുള്ള ഒരു കഞ്ഞിയാണെന്ന് പറയട്ടാ. ഈ കഞ്ഞി ഉണ്ടാക്കാൻ കുറച്ച് സമയമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയല്ലത്. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കി ഒരു ദിവസം മണ്ണിനടിയിൽ കുടിച്ചിടണം, എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വേണം നമുക്ക് കുടിക്കാൻ. ഇത് ചില ആളുകൾ പണ്ട് കാലത്ത് തന്നെ ചില ഉടായ്പ പരിപാടിയൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടാ. ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിനൊരു ഒരു ആൽക്കഹോളിൻ്റെ രൂപത്തിലാക്കുക ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ല നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സുണ്ടക്കഞ്ചി നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്ട, ഇതിൻ്റെ അപ്പുറം ശ്രീലങ്കയാണ് അല്ലേ. ഈ കാണുന്ന സംഭവം കുറച്ചുകൂടി ചാടി മറിഞ്ഞ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നീന്തിയാൽ മതി. ശ്രീലങ്ക എത്താട്ടാ. ആ ധനുഷ്കോടി പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനു വന്നു കഴിഞ്ഞാൽ കടൽ തീരം വേണം. അപ്പോൾ കടൽക്കരയിലാണ് മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ഇത് കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം മീൻ പിടിച്ചിട്ട് വരുന്ന സമയത്ത് രാവിലെ ഇത് എടുത്ത് കഴിക്കുന്ന പരിപാടി ഉണ്ടാ. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് എന്തായാലും ചട്ടിയെ കഴുകിയെടുത്തിട്ട് നല്ല അടിപൊളി സുണ്ടക്കഞ്ചി ഉണ്ടാക്കണം. വാ, കടലിലത്തിന് കഴിയെടുക്കാൻ എന്താ ക്ലിയർ വെള്ളം, നല്ല സുന്ദരമായ വെള്ളം. അവിടെ കുറച്ച് തോടിയൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ അപ്പുറത്ത് കഴുകാൻ വേണ്ടി പോയാണ്, പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് ആദ്യം വെറുതെ ഒന്ന് കഴുകാം അല്ലേ. ഇതിനകത്തൊരു സൗണ്ട് ഉണ്ട്. ഈ പുതിയ ചാട്ടിൽ വെള്ളം കൊട്ടുമല്ലേ, വെള്ളം തട്ടുമ്പോൾ സൗണ്ട് എന്നൊരു സൗണ്ട്. മതി അല്ലേ. കത്തി കേട്ടാ, എല്ലാം ഒറ്റയടിക്ക് പിടിച്ചു. കുറച്ച് വെള്ളം തിളക്കട്ടെ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടാ. നല്ല പച്ച മാങ്ങ അല്ലേ. ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കിളിമൂക്ക് മാങ്ങ അല്ലേ. എന്താ മാങ്ങ. ആദ്യം കഷ്ണം കഴിച്ചു നോക്കാം. അടിപൊളി മാങ്ങ. ഒരു സ്പെഷ്യൽ കട്ടിങ് സ്റ്റൈലുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. പച്ചമുളകിനെ ഇങ്ങനെ നീളത്തിൽ കീറണം അല്ലേ. ഇങ്ങനെ കീറുക, ഇടുക. എന്ത് സുന്ദരമാണ് ഉള്ളി. നോക്ക്, വെള്ളം തളിച്ച് നമുക്ക് അരിയിട്ട് കൊടുക്കാം. എന്താല്ലേ കഞ്ഞിയാണല്ലേ. പണ്ടൊക്കെ നമ്മൾ ഈ കടൽ തീരത്തിന് അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതാറുണ്ട് കടലമ്മ തോറ്റു എന്ന്. അപ്പോൾ ഈ തിരമാല വന്ന് അതിനെ മായ്ക്കും. നമുക്ക് എന്തായാലും ഇപ്പോൾ അത് എഴുതട്ടാ. ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് ഏകദേശം ഇവിടെ എത്തിയിട്ട തിരമാല. അപ്പോൾ നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കണം. നമുക്കിത് ഇവിടെ നമ്മൾ കടലമ്മ തോറ്റു എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ എഴുതാം, നാളെ രാവിലെ വരെ നമ്മൾ ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും എഴുതി വെക്കാം, മായ്ക്കുമോ നോക്കണമല്ലോ. തോറ്റോ. അപ്പോൾ നമ്മൾ കടലമ്മ തോറ്റെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കടലിങ്ങനെ കയറി വരും മുകളിലേക്ക്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കഞ്ഞായിട്ടാ. അതാ അടിപൊളി. ഇത് ഇറക്കിയ ശേഷം ഇത് നല്ലോണം ഒന്ന് തണുക്കണം കേട്ടോ. തണുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിൽ ചെയ്യാനായിട്ട്. തണുക്കണല്ലേ, തുറന്ന് വയ്ക്കാം. അങ്ങനെ കടലമ്മ ജയിച്ചു കേട്ടോ. കടലമ്മ തോറ്റു എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടായിരുന്നു. പക്ഷെ കടലമ്മ തോറ്റില്ല, ജയിച്ചു. അതാ തിരമാല നീ കൂടെ അപ്പുറം കൂടി കയറി വരാൻ തുടങ്ങില്ലേ. ഇത് കടല് കയറുന്ന സമയം കേട്ടോ. കടല് വേലിയേറ്റ് എന്ന് പറയും. വേലിയേറ്റ് സമയമാണ്. അങ്ങനെ തന്നെ ഇത് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഇപ്പുറത്ത് നമ്മൾ 1 മണിക്കൂറായിരുന്നു കേട്ടോ അത് എഴുതിയിട്ട്. അപ്പോഴേക്ക്
കടലമ്മയ്ക്ക് ദേഷ്യം വന്നു. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കടലമ്മയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടാണല്ലോ എഴുതി വെക്കുക. കടലമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴാണല്ലോ എഴുതി വെക്കുക. അപ്പോൾ കടലമ്മയ്ക്ക് ദേഷ്യം വന്നു, തോറ്റു വന്നതിന് ദേഷ്യം വരുന്ന പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിട്ടെങ്ങനാ തരാ ഭയങ്കര സന്തോഷം കേട്ടാ, അടിപൊളി. അങ്ങനെ ഒരു കുട്ടിക്കാലം കൂടെ വീണ്ടും വന്നിരിക്കേണ്ട ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ട് നമുക്കിനി ഇതൊന്ന് ഉടയ്ക്കണമല്ലേ. ഉടച്ചിട്ട് നമുക്കിനി 1-2 സാധനങ്ങൾ ചേർക്കാണ്ട് ഇത് നല്ലോണം ചൂടാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചൂടാറാൻ വേണ്ടി വെച്ചാണ്. ഇനി നമുക്ക് നല്ല കട്ട തൈര് 1, 2 ഇത് നല്ലോണം മിക്സ് ചെയ്യണം. അതിന് തൈര് ഒഴിച്ചതിന് എന്താ എല്ലാതും ചെയ്തെടുക്കണേ. ഇനി പണിയുണ്ട് സംഭവത്തിൽ. തൈര് ഒഴിച്ചപ്പോൾ അല്ലേ, ഇത് കുറച്ച് പച്ച മാങ്ങ, കുറച്ച് പച്ച മാങ്ങത്തിൽ 4 പച്ചമുളക് 1, 2, 3, 4 കുറച്ച് ചുവന്ന ഉള്ളി, ഇനി കുറച്ച് ഉപ്പിടല്ലേ പാകത്തിന്. നല്ലോണം മിക്സ് ചെയ്താൽ കേട്ടോ. വാഴല വെക്കുക അല്ലേ, ഒന്നുകൂടെ നല്ലോണം കെട്ടി വെക്കാനേ ചോദിച്ചേ. ഇത് നമുക്ക് ഒരു കുഴി എടുക്കാം കേട്ടോ. കുഴിൻ്റെ അകത്താണ് നമ്മൾ ഇട്ട് വെക്കുക കേട്ടാ. 4 മക്കളും കെട്ടേ, 4 കൊടുക്കണം. മണ്ണായതുകൊണ്ട് നല്ല സൂല് പെട്ടെ, അടി നല്ല നനമുണ്ടല്ലേ. നനവ് വേണമെന്നില്ല, അതാണ്. കടലേ അപ്പുറത്തുള്ളത് കൊണ്ട് വെള്ളം കിട്ടുമെന്നൊരു ഡൗട്ടുണ്ട്. കിട്ടുമോ? ഇല്ല, നല്ല തണുപ്പുണ്ടത്. മതി അടുക്കി വെക്കും. ഇതെല്ലാം വെക്കും. അത് മണലല്ലേ ഇടി. അത് അങ്ങനെ കഞ്ഞിയും പണ്ട് പെടാൻ പാടില്ല. കുറച്ച് മുള്ളു വെച്ചു. മതില്ലേ? ഇനി ഇത് ഒരു 12 മണിക്കൂർ നാളെ രാവിലെ എടുക്കുള്ളൂ കേട്ടോ. അത്രയും നേരം നിന്ന് കാണിക്കണം, ഉള്ളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ മുള്ളൊക്കെ നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് പോയിട്ട് നാളെ രാവിലെ വരാം. ഇന്ന് നമുക്ക് തോണ്ടിയെടുത്ത് കഞ്ഞി കുടിച്ച് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ നേരത്തെ എത്തിയിട്ടാ. ഒന്നും ആയിട്ടില്ലല്ലേ? ഒന്നും ആയിട്ടില്ല. സംഭവം എന്നറിയോ, ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. എന്ത് അല്ലേ, വേറെ വഴിയില്ല. ഇവിടെ അപ്പുറത്തെ റിസോർട്ട് എടുത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്തു. പക്ഷെ ഒന്നും ഇളകിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്താണ് ഇവിടെ നിന്ന് പോയത് അല്ലേ. പിടിച്ചോ, മെല്ലെ പിടിക്കും. ഇത് മുള്ളാണ്, മുള്ള് വെച്ചാണ് അതൊക്കെ തോണ്ടിക്കളി. വെയിൽ വന്നാൽ ഭയങ്കര വെയിൽ കേട്ടാ. മെല്ലെ കേട്ടാ. ഇതെന്താ കാണാനില്ലല്ലോ, സ്ഥലം ആരെങ്കിലും എടുത്തിട്ട് പോയത്? അതല്ല സ്ഥലം തന്നെ അല്ലേ. അതെ, ആഹാ യെസ്, കണ്ടു പതുക്കെ ഇനി കൈ കൊണ്ട് എടുക്കേണ്ടി വരും. പതുക്കെടുക്കാം. നല്ല തണുപ്പ് കിട്ടാ, ഫ്രിഡ്ജിൽ വെച്ച പോലെ ഇട്ടാ. അത് കിട്ടിയാ? ഇത് കണ്ട് കിട്ടിയടാ, നിധി കിട്ടി. ആ സംഭവം അടിപൊളി അല്ലേ. ഇത് നമുക്ക് തുറന്ന് നോക്കട്ടാ. അങ്ങനെ ആകാംക്ഷയോടെ നമ്മൾ തുറക്കാൻ പോകണം. മഴ വരുമെന്നല്ലേ, മഴക്കാറുണ്ടല്ലോ അല്ലേ.
വാവ്, ഇതെന്താ സംഭവം ഇത്? അടിപൊളി അല്ലേ? നല്ല മണമുണ്ട്. നല്ല മണം കേട്ടാ മാങ്ങൻ്റെ അല്ലേ? ഓ, ഞാൻ അടുത്ത് തുറക്കാം. രണ്ടെണ്ണം തുറക്കണ്ട കേട്ടാ. രണ്ടെണ്ണം നമുക്കിവിടെ നമ്മൾ റിസോർട്ടിൽ താമസിച്ചില്ലേ, അവർ കൊടുക്കണം. ആ തുറക്കുമ്പോൾ ഒരു മണം വരുന്നുണ്ട് കേട്ടോ അല്ലേ? അപ്പം നമുക്ക് എടുക്കല്ലേ? കുറച്ച് മാങ്ങ, പച്ചമുളക് മതി. ഇതാ പിടിച്ചോ. ഒരു പച്ചമുളക്, മാങ്ങ. അങ്ങനെ ഞങ്ങളുടെ സുണ്ടക്കഞ്ചി റെഡി ആയിരിക്കും അല്ലേ? നല്ല മഴ കാറുണ്ട് കേട്ടോ അല്ലേ? അപ്പോൾ നമുക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്. പുതിയ ഗസ്റ്റ് അല്ല, നമ്മുടെ പഴയല്ലേ വട്ടറൈ കട്ടാ കറുവാട് കൊണ്ട് നമ്മൾ ഇതേ കടൽക്കരയിൽ വെച്ച് ഒരു പണിയിരുന്നില്ല. അപ്പോൾ 15 നാൾ വെച്ച് ഇത് ഒരു ദിവസം. இந்த சுண்டக்கஞ்சிங்கிறது பழைய மீனவர்கள் மீன் பிடிக்க போகும்போது புளி போட்டு வச்சுட்டு போயிடுவாங்கல்ல, கடலுக்கு போகும்போது வச்சுட்டு போவாங்க, போயிட்டு வந்து எடுப்பாங்க. அது பயங்கர வாசனை கேட்டீங்களா? அப்போ இது ரொம்ப நாளாக எனக்கு சாப்பிடணும்னு ஆசை. அப்போ இன்னைக்கு தான் அதுக்கு ஒரு வாய்ப்பு கிடைச்சிருக்கு. அப்போ நமக்கு எப்படியும் எதுக்கு கஞ்சி சாப்பிடுவோம் இல்லைங்களா? മോനെ ഒരു രക്ഷയില്ലേട്ടാ. സൂപ്പറാ ഇருக்கு. മണം അടിപൊളി. തൂക്കുതേ. അതെ, മാങ്ങന്റെ മണം ഉണ്ടാ. അതെ, കൂളിട്ടാ. സുണ്ടക്കഞ്ചി സോറിടാ, സുതുമ്പ് കറുവാടിടാ, വാളമീന് കാലിടാ, വറസില പാറിടാ. അതിന്റെ പാട്ടുണ്ട് കേട്ടാ. അതിന് ഇത് നമ്മുടെ നാട്ടിലെ മീനാട്ടാ. അല്ലേ, സാപ്പിടുங்க எல்லாரும் ஒண்ணா வச்சுருக்கீங்களா? இது இன்னும் இதே மாதிரி ஒரு பிளேட் ரெடி பண்ணிருக்கு. அது நம்ம ரிசோர்ட்டில் கொடுப்போம் பசங்க. சரிங்களா? அப்போது இதில் ഇത് പട്ടറൈ കട്ടാ കരുവാട് പറയുന്നത് ഇത് ദീനാണൻ്റെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. ദീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയോ ബാധിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു കഞ്ഞിക്കടയും കൂടി ഉണ്ട് അല്ലേ? ഒരു കഞ്ഞിക്കട ഇവിടെ രാമേശ്വരത്തിൽ തങ്കച്ചി മഠം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കഞ്ഞിക്കടയുണ്ട്. ഞങ്ങളിപ്പോൾ പോയി കഞ്ഞി കുടിച്ചാലേ, ഇന്നലെ ഉച്ചയ്ക്ക് പോയി കഞ്ഞിയെ കുടിച്ച് എന്താ പറയുക, ഞങ്ങളോട് അന്നൊരു കഞ്ഞി കുടിക്കും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു കഞ്ഞിക്കട, അതേപോലെ തന്നെ അവിടെ കുറച്ച് കരുവാട് മീനും വിൽപ്പനയാണ് പുള്ളിൻ്റെ ജോലി. ആളിവിടുത്തെ ബോസാണ്. ഇനിയൊരു ഹോട്ടലിൽ പുള്ളിൻ്റെ വരുന്നുണ്ട് ഏറുവാടിയിലെ അല്ലേ, കീഴക്കരയിൽ ഒരു ഹോട്ടലിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വഴിക്കൊക്കെ വരികയാണെങ്കിലും ഒരു കഞ്ഞി കുടിച്ച് നോക്കി അല്ലേ. കഞ്ഞി എന്താ, കഞ്ഞിയും ഇതെല്ലാം ചേർത്ത് എவ்வளவு 100 രൂപ. 100 രൂപ രാത്രി 9 മണി വരെ 9 മണി കഞ്ചി ഇരിക്കില്ല. അതേമാതിരി മീനിൻ്റെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഇതുകൊണ്ട് കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് പട്ടറൈ കട്ടാ കരുവാട് നമുക്ക് കഴിച്ച് നോക്കട്ടാ. കരുവാട് പറഞ്ഞ മീൻ, ഉണക്ക മീൻ എന്നാട്ടാ. ഇതാണ് സംഭവം. കട്ടാ മീൻ പറഞ്ഞാൽ പാരമീനുമായ ഒരു മീൻ. അതെ, പാറയിനം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല അല്ലേ? ഈ സാധനം കഴിച്ച് നോക്കി ബിബി, ഭയങ്കര ടേസ്റ്റ്. അതുപോലെ പിന്നെ ഇത് ചൂര അച്ചാർ, ഇത് വേണം ചേട്ടാ അല്ലേ? ഇതിനാണോടത് അച്ചാർ. ഇത് പിന്നെ പട്ടറൈ കട്ടാ കരുവാട് തൊക്ക് അല്ലേ? തൊക്ക് പറഞ്ഞ കൂടി കരുവാട് തൊക്ക് ഇത് മിക്സ് ചെയ്താട്ടാ. ഇതിങ്ങനെ കൂട് പോലെ ഇരിക്കുക. പട്ടറൈ കരുവാട് തൊക്ക് എടുത്ത് നക്ക്. അത് പിന്നെ ഡേല വേണ്ട, കരുവാട് തൊക്ക് എടുത്ത് നക്ക് പറഞ്ഞ. ഇതേ ഒരു രക്ഷയിലെ കഞ്ചിട്ടാ അല്ലേ? അടിപൊളി കഞ്ചി. ഞങ്ങൾ നായന്തിമൊന്നും വാന്ത വരുന്നുണ്ട് എന്തോ അല്ലേ? ഞങ്ങളുടെ അടുത്ത റിസോർട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സംഭവം അടിപൊളി രക്ഷ കേട്ടാ. പച്ചമുളക് അങ്ങനെ എടുത്തിട്ട് ഇത് നമ്മുടെ മണൽക്കര ഇല്ലേട്ടാ, അല്ലെങ്കിൽ ഡെയിലി കുഴിച്ചിട്ടായിരുന്നു അല്ലേ? അദ്ദേഹം ആൾ ചില്ലറപ്പെട്ട ആളല്ലേട്ടാ. ഈ പുറകിൽ കാണുന്ന ഈ വണ്ടിയും കൊണ്ട് ലഡാക്ക് പോയിട്ട് വന്ന ആളാണ്. അതിലൊരു എപ്പിസോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ വണ്ടി മാറ്റി, ഇപ്പോൾ വണ്ടി മാറ്റി പുതിയ ആക്റ്റീവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇതേപോലത്തെ ഒരു വണ്ടിയും ഉണ്ട്. അത് എന്ന വണ്ടിയാണ്? അത് ആക്റ്റീവ്. ആക്റ്റീവ് അല്ലേ?
4 ഏക്കർ വണ്ടിയും കൊണ്ട് ലഡാക്ക് വരെ പോയിട്ട് വന്ന ആളാണ്. ഇത് കഞ്ചി കുടിച്ചാൽ നമ്മൾ പോകും. അതെ, ഇപ്പോൾ ആളിപ്പോൾ എൻ്റെ അടുത്ത് ആഗ്രഹം പറഞ്ഞത് ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം അണ്ണനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന പറയാം. കേട്ടാ, നമുക്കൊരു ദിവസം ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ സംഗതി ചെറിയ മഴ വരാനുള്ള സാധ്യത ഇല്ല അണ്ണാ. നല്ല മേഘമുണ്ട്, കാർ മേഘം. ഇന്നലെ തൊട്ട് ഇങ്ങനെ ഒരു മൂടൽ നിൽക്കുക കേട്ടാ. ഇതിപ്പോൾ പെയ്യുന്നുള്ള അറിയില്ല. അപ്പോൾ സംഗതി ഒരു രക്ഷയില്ല. ഞാൻ സാപ്പിട്ടിങ്ങനെ തൂങ്ങുറേ തൂക്കുവരുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് ഇല്ല, ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സാധാരണ കഞ്ഞി കുടിക്കും പോലെയല്ല, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കല്ലേ. അതുപോലെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.